ഹൈദരാബാദിൽ എൻ്റെ ഫൈനൽ ഡേയിൽ ലഞ്ച് കഴിക്കാൻ ഞാൻ വന്നത് ഇവിടെയാണ് കേട്ടോ. നല്ല ആന്ധ്ര ബിരിയാണിയാണ് ഞാനിവിടെ വന്ന് ഓർഡർ ചെയ്തത്. ഇവിടെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഇത് അന്തർവേദിയാണ്. അതായത് അന്തർവേദി തെലുഗു കിച്ചൺ ആൻഡ് ബാർ. ഇത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൈദരാബാദിലെ ഏറ്റവും വലിയ മോൾ, അതായത് ഹൈടെക് സിറ്റിയിൽ ശരത് സിറ്റി ക്യാപിറ്റൽ മോളിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ 4th ഫ്ലോറിലാണ് അന്തർവേദി ഉള്ളത്. അന്തർവേദി എന്ന് പറയുന്നത് ആക്ച്വലി ആന്ധ്ര കൈൻഡ് ഓഫ് സ്പെഷ്യൽ ഫുഡ്സ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ കൂടുതൽ ഹൈദരാബാദി ഫുഡൊക്കെ ഇതിന് മുന്നേ എക്സ്പ്ലോർ ചെയ്തു. പക്ഷേ ഇത് ആന്ധ്ര ഫുഡാണ്. അതായത് ആന്ധ്ര ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, നമ്മുടെ മലയാളം ടേസ്റ്റിനോട് മാച്ചിങ് ആയിട്ടുള്ള കൈൻഡ് ഓഫ് ഫുഡാണ് ആന്ധ്ര ഫുഡ് എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ, അതായത് ശരത് സിറ്റി ക്യാപിറ്റൽ മോളിൻ്റെ വീഡിയോയിൽ ബോയിലർ റൂം ക്ലബ് ആൻഡ് കിച്ചണിൽ പോയില്ലേ, ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നിന്നും ഒരു ലോഞ്ചിലേക്ക് ആക്സസ് ഉണ്ടെന്ന്. സെയിം അതേപോലെ തന്നെ അന്തർവേദിയിൽ നിന്നും ആ ലോഞ്ചിലേക്ക് ആക്സസ് ഉണ്ട് കേട്ടോ. ഇവിടെ പ്രത്യേകത എന്ന് വെച്ചാൽ നൈറ്റ് പാർട്ടീസ് കണ്ടക്ട് ചെയ്യുന്ന ലോഞ്ചാണ്. അറ്റ് എ ടൈം 900 പീപ്പിൾസിന് ഇവിടെ സിറ്റിംഗ് ഫെസിലിറ്റി ഉണ്ട്. ഞാൻ ഓൾറെഡി എൻ്റെ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടാണ് വന്നത്. ചിക്കൻ ബിരിയാണി എന്ന് പറയുമ്പോൾ ഇത് സ്പെഷ്യൽ തന്തൂരി ചിക്കൻ ബിരിയാണിയാണ്. ഇത് കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ നല്ലൊരു കളർഫുൾ ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. പിന്നെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. എന്നെ പോലും 3 പേർക്ക് ഇത് കഴിക്കാം. നമ്മുടെ കേരളത്തിലെ ബിരിയാണി എന്ന് പറയുന്നത് അതിനകത്ത് 2 വലിയ ചിക്കൻ പീസ് ആയിരിക്കും. പക്ഷേ ഇതിനകത്ത് ഓൾമോസ്റ്റ് 6 പീസ്, അതായത് ചെറിയ ചെറിയ 6 പീസസ് ആണുള്ളത് കേട്ടോ. പിന്നെ മസാല എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ലില്ലേ, ഇതിങ്ങനെ കൊണ്ടുവെക്കുമ്പോൾ തന്നെ ആ ഒരു ഫ്ലേവേർഡ് സ്മെല്ലടിക്കും. ആ സ്മെല്ല് നമുക്ക് അതിൻ്റെ ഒരു ഫീല് കിട്ടുമ്പോൾ തന്നെ മനസ്സിലാവും ഫുഡിൻ്റെ ക്വാളിറ്റി എന്തായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ വന്ന് ഫുഡ് കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫുഡ് വിത്ത് ഡ്രിങ്ക്സ് ആണ്. അതായത് നിങ്ങൾക്ക് ഡ്രിങ്ക്സും ഇതിൻ്റെ കൂടെ കൺസ്യൂം ചെയ്യാം. ഈ തന്തൂരി ചിക്കൻ ബിരിയാണി എന്ന് പറയുന്നത് അസാധ്യ ടേസ്റ്റ് ആണ് കേട്ടോ. അസാധ്യ ടേസ്റ്റ് എന്ന് വെച്ചാൽ ഈ ചിക്കനൊക്കെ ഉണ്ടല്ലേ, ഇതിൻ്റെ മസാല എന്ന് പറയുന്നത് നമുക്ക് ഒരു തവണ എടുത്ത് വായിലേക്ക് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും 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 കഴിക്കാൻ തോന്നുന്ന രീതിയിലുള്ള അങ്ങനത്തെ ഒരു പ്രത്യേക തരം സ്പൈസി സാൾട്ടി ആയിട്ടുള്ളൊരു മസാലയാണ് കേട്ടോ. എസ്പെഷ്യലി ആന്ധ്ര മീൻസ് നിങ്ങൾക്ക് അറിയാലോ, അത് നമ്മുടെ കേരളൈറ്റ്സിൻ്റെ മസാല പോലെ തന്നെയാണ്. അത്രയും സ്പൈസി ആയിട്ടുള്ള ഫുഡാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് ആരെങ്കിലും ചോദിക്കുകയാണ് ഹൈദരാബാദി ബിരിയാണി ആൻഡ് ആന്ധ്ര ബിരിയാണി, വിച്ച് വൺ വുഡ് യു ലൈക്ക് മോർ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ വുഡ് സേ ഇറ്റ്സ് ആന്ധ്ര ബിരിയാണി. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നോർമലി ഞാൻ സ്പൈസി ഫുഡ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഹൈദരാബാദി ബിരിയാണി എന്ന് പറയുന്നത് സ്പൈസി അല്ലെങ്കിൽ അതിൻ്റെ ഒരു മസാല എന്നൊക്കെ പറയുന്നത് ഒരു ലോ കാറ്റഗറിയാണ്. പക്ഷേ ആന്ധ്ര മീൽസിൽ അത് അത്യാവശ്യം ഹൈ ആണ്. സോ നമുക്കിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. എന്ന് വെച്ച് ഹൈദരാബാദി ബിരിയാണി, എസ്പെഷ്യലി ഓതൻറ്റിക് ഹൈദരാബാദി ബിരിയാണി മോശമാണെന്നല്ല അതിനർത്ഥം. അതായത് സ്പൈസ്നെസ് കുറവുള്ള അല്ലെങ്കിൽ കുറച്ച് മസാല മതി എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ബെറ്റർ ബിരിയാണിയാണ് ഹൈദരാബാദി ബിരിയാണി. ഞാൻ ദേ കഴിച്ചിട്ട് ബാലൻസ് വന്നു, അത് ഞാൻ ഇവിടുന്ന് ടേക്ക് അവേ എടുത്തു. അതായത് അന്തർവേദിയിൽ നിന്ന് ബാലൻസ് വന്ന ബിരിയാണി ടേക്ക് അവേ എടുത്ത് ഞാനങ്ങ് കേരളത്തിൽ, ഹൈദരാബാദിൽ നിന്ന് കേരളം വരെ എത്തിക്കണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഈ ബിരിയാണി എനിക്ക് എത്രമാത്രം ഇഷ്ടപ്പെട്ടു എന്ന്.